ചങ്ങായിമാരെ നമ്മളെ കാളിയാണെന്നില്ലേ നമ്മളെ അൻസാരി ഉസ്താദിനാ ഒന്ന് ചൊറിഞ്ഞ് അൻസാരി ഉസ്താദ് കാളിയാണിന് നല്ലത് കൊടുത്ത് വയറ് നിറയെ കൊടുത്ത്. കുറച്ച് ആൾക്കാർ എന്റെ കമന്റിൽ വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പൊ കാളിയാണിനെ കുറിച്ചൊന്നും വീഡിയോ ചെയ്യാറില്ലല്ലോ എന്ന്. അതിന്റെ മെയിൻ കാരണം മൂപ്പറുടെ മനസ്സിൽ എവിടെയൊക്കെയോ ചെറിയ നന്മകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലം മൂപ്പറെ ഇനി ട്രോൾ ഉണ്ടാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ ചെയ്യാ, അൻസാരി ഉസ്താദിനെ പോലുള്ള ഒരാളെ കുറിച്ച് പച്ച കള്ളവും വിഡിത്തവും പറയുമ്പോൾ എങ്ങനെയാണ് അയാളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുക? എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മളെ കാളിയാണൻ അൻസാരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ പച്ച കള്ളവും കുറച്ച് കുറ്റങ്ങളൊന്നും കേട്ടാലോ, അതിനുശേഷം ഉസ്താദിന് നല്ല മറുപടിയും കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കുട്ടിപ്പാടി അതിന്റെ ആ ഒരു ഫലം കളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ദാനശീലരും മറ്റുള്ളവരൊന്നും കൊടുക്കാത്തവരാണെന്നുള്ളതാണ്. ഏതോ ഒരുത്തൻ പള്ളി പോയപ്പോൾ പിരിവ് കിട്ടി, അമ്പലത്തിൽ പിരിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, വെള്ളിയാഴ്ച പള്ളിയിൽ മാലി കമ്മിറ്റിയിൽ എല്ലാ ആളുകളും പങ്കെടുക്കും. അതിൽ ചിലപ്പോൾ 50% ആളുകൾ സഹായം ചെയ്യും. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരവൊന്നും ക്ഷേത്രത്തിലോട്ടില്ല. നിങ്ങളെപ്പോലെ പ്രത്യേക ദിവസത്തിൽ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലമൊന്നുമല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ഒന്നാമത് ചുറ്റും കുറേ ക്ഷേത്രങ്ങളുണ്ട്, പല ആളുകളും പല ക്ഷേത്രങ്ങളാണ് പോവുക. അപ്പോൾ ഇവരേതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ 10-15 പേരെ ഉണ്ടാവുള്ളൂ. അവരോട് സഹായം ചോദിക്കുമ്പോൾ അവർ വിചാരിച്ച പണം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് പണം കൂടുതൽ കൊടുക്കുന്നത്, അത് ഹിന്ദുക്കൾക്കായാലും ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ വെറുതെ ഇങ്ങനെ കടന്ന് പറഞ്ഞ് അതിന്റെ എന്താ പറയുക ആ ഒരു നല്ല ഒരു എന്താ പറയുക ഫലത്തെ നിങ്ങൾ ഇല്ലാണ്ടാക്കരുത്. പിന്നെ ഹിന്ദുക്കള് ദാനശീലരല്ല നിങ്ങൾ പറയുന്നുണ്ട്. എന്റെ പൊന്നാർ ഉസ്താദ്, ഞാൻ വീണ്ടും പറയണം, എന്റെ കാളിയണ്ണ, നിങ്ങൾക്ക് കുരുവട്ടം മാത്രമുള്ള അൻസാരി ഉസ്താദ് ഒരിക്കലും ഹിന്ദുവിനെ സഹായിക്കാത്തതിനോ അമ്പലങ്ങൾ ഹിന്ദുവിനെ സഹായിക്കാത്തതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. നിങ്ങളെ സംഖ്യകളുണ്ടല്ല, സംഖ്യകൾ ഹിന്ദുവിനെ സഹായിക്കാത്തതിനെ കുറിച്ച് മാത്രമേ അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ, കുറ്റം പറഞ്ഞിട്ടുള്ളൂ. അതായത് രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന സംഖ്യകളുണ്ടല്ല, ഹിന്ദുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഒരു രൂപയുടെ സഹായം പോലും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാളിയണ്ണൻ ഇങ്ങനെ കുരുപൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും അൻസാരി ഉസ്താദ് കാളിയണ്ണനെ കൊടുത്ത മറുപടിക്ക് മുന്നേ ഞാനില്ല, അൻസാരി ഉസ്താദ് ഇന്നലെ ഒരു കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാർക്ക് ഈ സംഖ്യക്ക് അൻസാരി ഉസ്താദോട് എന്തിനാണ് ഇത്രമാത്രം കുരുവട്ടല് എന്ന്. ആവണി മോളെ അറിയുവാ എന്തുണ്ട്, എന്തൊക്കെ വിശേഷം? സന്തോഷമല്ലേ, സുഖമല്ലേ? അത് കേട്ടാ സന്തോഷമാണെന്ന് മാത്രം കേട്ടാ മതി. ഞാൻ ഈ ഓമനമ്മ വിളിച്ചിട്ട് ഇവിടെ വന്നതാണ്. ഓമനമ്മക്ക് വാക്കുകളില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ ആവണി മോള്, നമുക്ക് 12 വയസ്സുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ വെക്കേഷൻ കാലത്ത് ഓടിക്കളിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മോളെ താലോലിച്ചിട്ടാണ് വന്നത്. ഞാൻ ഈ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിപ്പോയി. ഈ 12ാമത്തെ വയസ്സിൽ ഈ ഒരു വീൽ ചെയറിൽ ഇരുന്ന് പോയൊരു മോള്, അവളുടെ ജന്മന എങ്ങനെയാണ്, എന്നാലും അവൾക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ, സന്തോഷമല്ലേ അവണി? അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി അവൾക്ക് നിങ്ങൾ കണ്ടില്ല അവിടെ വീടിന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കഴിയുന്നൊരു സംഭാവന, എല്ലാവരും കഴിയുന്ന പോലെ ഒരു സംഭാവന ഈ മോക്ക് വേണ്ടി, ഞങ്ങളുടെ ആവണി മോക്ക് വേണ്ടി അയച്ചു തരണം. ദയാവായ്പോടുകൂടി പറയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞ പോലെയല്ല, ചെയ്തു തരണം, അപേക്ഷയാണ്. കാരണം അത്രയും ദയനീയമായ അവസ്ഥയാണ്. ചോറിനകത്ത് മുളകൊടി ഇട്ടിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും തന്ന് സഹായിക്കണം. ഈ QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് ആവണി മോളെ ജീവിതത്തിലേക്ക് നമുക്ക് സന്തോഷമായിട്ട് മടക്കിക്കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒപ്പം നിൽക്കണം. നിങ്ങൾ ഒപ്പം നിൽക്കുമെന്നറിയാം, ഒപ്പം നിൽക്കണേ. ആദ്യം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പറ്റുന്നൊരു സഹായം ഉണ്ടല്ല ആ കുഞ്ഞിന് വേണ്ടി ചെയ്യണം കേട്ടോ. ആ കുഞ്ഞിന്റെ ചികിത്സക്ക് മടച്ചുറപ്പുള്ള ഒരു വീടിനും വേണ്ടിയാണ്. പറ്റുന്ന സഹായം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സഹായം നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതുകൊണ്ടൊക്കെയാണ് അന്യ മതപ്പെട്ട ഒരാളാ ഉസ്താദ് ഇങ്ങനെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഹിന്ദുവിനെ ഉസ്താദ് ഇങ്ങനെ സഹായിക്കുന്നതാണ് ഇവന്മാർക്ക് ഈ സംഖ്യക്ക് വല്ലാതെ കുരുപൊട്ടുന്നത്. ഇനി നമുക്കുണ്ടല്ലോ അൻസാരി ഉസ്താദ് നമ്മളെ കാളിയണ്ണന് കൊടുത്ത മനോഹരമായ മറുപടി കേൾക്കാം. ആ മറുപടിയുടെ ഫസ്റ്റ് തന്നെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഈ കുട്ടിക്ക് വേണ്ടി 24 മണിക്കൂറിനുള്ളിൽ എത്രമാത്രം സഹായം കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് ഈ വെള്ളിയാഴ്ച പുലരിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? ഇന്നലെ ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ആവണി മോൾ എന്ന് പറഞ്ഞ പൊന്നുമോളുടെ വീഡിയോ, ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ കഴിച്ചു കൂട്ടിയ മോളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചപ്പം നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ വേദനത്തിന്റെ ഒരു ഭാഗം തന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമായപ്പോൾ 15 മണിക്കൂർ കൊണ്ട്, കേവലം 15 മണിക്കൂർ കൊണ്ട് അൽഹംദുലില്ലാ ഏകദേശം 13 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു. ജാതിമത ഭേദമന്യേ ഉദ്യമനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പടച്ച തമ്പുരാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പം നമ്മുടെ കാളിച്ചേട്ടൻ എന്തോ ഒരു വയറിളക്കം. പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കുട്ടിപ്പാടി അതിന്റെ ആ ഒരു ഫലം കളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മളാരും കുട്ടിപ്പാടിയിട്ടില്ലേട്ടാ, കുട്ടിപ്പാടിയാ പ്രേമേട്ടൻ പുന്നാടാണ് പറഞ്ഞത്. പ്രേമേട്ടൻ പുന്നാടിന്റെ കണ്ടന്റ് കാളിച്ചേട്ടന് മനസ്സിലായില്ല. പ്രേമേട്ടൻ പുന്നാട് പറഞ്ഞത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹിന്ദു മുസ്ലിം ഉണരും എന്ന് പറയുന്ന ആളുകൾ ആരും
ഒരു മനുഷ്യന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് സംഘടിക്കുന്നില്ല? സംഘടിക്കൂ, മുസ്ലിം വരുന്നു, ക്രിസ്ത്യാനി വരുന്നു എന്ന് പറയുന്ന ഈ നാട്ടിലെ സംഘപരിവാറുകാരനോടുള്ള ചോദ്യമാണ് പ്രേമട്ടം മുന്നാടുന്നത്. അതിങ്ങനെ കൂട്ടിമാറ്റിയിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ, ഒരിക്കലും ഈ നാട്ടിലെ ഹിന്ദു ദാനശീലനല്ല, ധർമ്മിഷ്ഠനല്ല, അവൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അങ്ങനത്തെ ഒരു ഭാഷയും ഈ നാട്ടിലെ മുസൽമാനോ ക്രിസ്ത്യാനോ ഉപയോഗിക്കത്തില്ല. എന്തുകൊണ്ട്? ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നമുക്കറിയാം. ഇന്നലെ ആവണിമുള്ള വീഡിയോ പങ്കുവെച്ചപ്പം നേരിട്ട് തന്നെ വിളിച്ചിട്ട് 10 ചാക്ക് സിമെന്റ് ഞാൻ കൊടുക്കാം, 100 ചാക്ക് സിമെന്റ് ഞാൻ കൊടുക്കാം, കട്ടയുടെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരപ്പെട്ട പലരുമാണ്. എൻ്റെ ഫോണിൽ ആ മെസ്സേജുകളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളാരും അങ്ങനെ പറയില്ല. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് വേദന അനുഭവിച്ച ചില മനുഷ്യരത് പറയും. കാരണം ഈ നാട്ടിൽ വിദ്വേഷം പറഞ്ഞു നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട്ടുകാർക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. അവനെ സംബന്ധിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറ്റ വർത്താനേ പറയത്തുള്ളൂ. അങ്ങനെ ചില നിർഭന്മാരായ ആളുകളെ കുറിച്ച് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് സഹായിക്കുക. ഞാൻ ഹിന്ദുസൊന്നും ഒരു ഞാൻ പറയുന്നത് സഹായം ചെയ്തു. അവരെയൊക്കെ പറഞ്ഞ് എനിക്ക് നോക്കും. ഒത്തിരി എന്റെ സക്രിയ ബസാർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഈ സമീപ പ്രദേശം നേർച്ച വഞ്ചിയിലെ പൈസ അടക്കം പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇത് മുസൽമാന്റെ മാത്രം പ്രത്യേകത, നീ ക്രിസ്ത്യാനി ചെയ്യും ഹിന്ദു ചെയ്യുന്നു ആരാ പറഞ്ഞ് ചെയ്യത്തില്ലെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു? ഏത് വീഡിയോയിലാണ് പറഞ്ഞത്? ഈ നാട്ടിലെ ഹിന്ദു നിർഗുണനാണെന്ന് ആരാ പറഞ്ഞത്? സംഖ്യകൾ പറഞ്ഞിട്ടുണ്ടാവാം, സംഘപരിവാറുകാരെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായിക്കാൻ ഒരു മനുഷ്യന് സമയം വേണ്ടേ? കാരണം അവൻ രാവിലെ മുതൽ വരുന്നതാ മുസ്ലിം വരുന്നതാ, ക്രിസ്ത്യാനി വരുന്നതാ, നോക്കടാ, പിടിച്ചിറക്കാൻ പോകടാ. ഇങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഇവർക്ക് എവിടുന്നാണ് പണിക്ക് പോകാൻ സമയം കിട്ടുക? എന്നിട്ട് ഇവൻ പറയുന്നത് എന്താ അറിയോ? ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവര് ഗതി പിടിക്കണമെങ്കിൽ പണിക്ക് പോടാ, ഇവിടെ പണിക്ക് പോയി ഗതി പിടിക്കൂടാ, പണിക്ക് പോയി രാവിലെ. ഇങ്ങനെ നടക്കുന്നവർക്ക് എവിടുന്നാണ് മറ്റൊരാളെ സഹായിക്കാൻ കഴിയും? ഈ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസ ഒരു മുസൽമാന്റെ വീട് ജപ്തിയായപ്പോൾ ആ ജപ്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആ ക്ഷേത്ര കമ്മിറ്റി പിരിച്ചതിന്റെ ബാക്കി പൈസ ആ മുസൽമാന് കൊടുത്ത നാടായത്. എന്റെ എത്രയോ വീഡിയോയിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, ബാക്കി കാളിച്ചേട്ടൻ പറയുന്നത് കേൾക്കാം. തമാശ പറയണല്ല, നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ദാനശീലരും മറ്റുള്ളവരൊന്നും ഒന്നും കൊടുക്കാത്തവരാണെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾക്ക് സ്വഭാവമാണ്. ഞങ്ങളുടെ ഹിന്ദു കൂട്ടത്തിലെ ആളുകൾക്ക് കുഴപ്പമാണ്. ഉത്തരം ആരോഗ്യമായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ചിലപ്പോൾ സഹായിക്കൂല. അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോഴാണ് അവരത് ആലോചിക്കുക. അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോൾ ഇതേമാതിരി മറ്റുള്ളവരുടെ സഹായം ചോദിച്ചാൽ കിട്ടില്ല. അപ്പോഴാണ് ഇവർക്ക് വെപ്രാളം വരിക. അതുവരെ ആരോഗ്യത്തോടെ കഴിയുമ്പോൾ ഒരാൾക്ക് സഹായം ചോദിക്കാൻ ചെല്ലുമ്പോൾ കൊടുക്കാതെ നിന്ന് മാറി നിന്ന് നിൽക്കും. എന്ത് 50 രൂപ 100 രൂപ കൊടുത്താൽ മതി. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ 10 പൈസ കൊടുക്കില്ല. അപ്പൊ ഇവരെന്തെങ്കിലും പള്ളി കമ്മിറ്റിക്കും അവിടേക്ക് ഇവിടേക്ക് കൂടും. നടന്നു കൊടുത്തില്ല. അപ്പൊ മതേതരം തെളിയിക്കാൻ വേണ്ടി BJP അവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് മുസൽമാന്മാർ ഹിന്ദു സഹോദരൻ പള്ളിയിലേക്ക് വരുമ്പോൾ സഹായിക്കുന്നതിനെ കാണുന്നറിയോ? നമ്മൾ മതേതരത്വം തെളിയിക്കണം. BJP ഗവൺമെന്റ് കീഴിൽ പൊന്ന് കളിച്ചേട്ടൻ രാവിലെ എനിക്ക് വേറെ പണിക്ക് പോകും. 2014 ശേഷമല്ലേ ഈ കാണുന്ന രീതിയിലേക്കായത്. ഇതിന് മുമ്പ് മുസൽമാനും ഹിന്ദു പരസ്പരം കൂടി സഹായിക്കലില്ലേ? നിങ്ങളെ പേടിച്ചിട്ടാ ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത്? നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്നാ? എന്താണ് കാളിച്ചേട്ടാ, നിങ്ങളിങ്ങനൊന്നും പറയില്ലേ? ആയിക്കോട്ടെ. കേരളത്തിൽ മതേതരം തെളിയിക്കേണ്ടത് ഭയങ്കര ഒരു എന്താ പറയാ ഇതായിട്ട് മാറിയിരിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ സഹായിക്കുന്ന ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ് വലിയ സ്ഥാനം പറയേണ്ടതല്ലേ? അത് ആ മിനിച്ചേച്ചിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണം പറയും ഇതൊക്കെ. അപ്പോൾ ാക്കിക്കൊണ്ട് പള്ളി കമ്മിറ്റി ചെല്ലുമ്പോൾ അവിടെ പൈസ കൊടുക്കും. ആ പൈസ കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്യും? ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇതിന് മറുപടി. ഞാൻ പറഞ്ഞ ചിലപ്പോൾ എറിപ്പോവും. മനസ്സിലായ? നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്, നിങ്ങളുടെ കത്ത് തരുമ്പം നിങ്ങളുടെ ജാതി മതം നോക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് മോഡി സർക്കാർ നമ്മളെന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ച് മതേതരം തെളിയിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് പറയേണ്ടത്. വർത്താനം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? കുറ്റം പറയും. ഞാൻ നന്ദികേട് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി കയറ്റിയത് ആരുടെ സ്ഥലത്ത് ഉസ്താദെ? ആര് ദാനം ചെയ്തത്? ചേരാമ്പള്ളി. എവിടുന്നാണ് എനിക്കുള്ള ഇഷ്ടിയും കട്ടകളൊക്കെ വന്ന ഉസ്താദെ? ഇതൊക്കെ ആര് കൊടുത്തതാ? സത്യം പറഞ്ഞാലേ ഞാൻ സ്തബ്ധനായി പോയി, ഉത്തരമില്ലാതെ പോയി. എടാ, ഇന്ത്യൻ ആദ്യത്തെ പള്ളിക്ക് സ്ഥലം കൊടുത്താരാടാ? കട്ട കൊടുത്താരാടാ? സിമെന്റ് കൊടുത്താരാടാ? ആരാ? കളിച്ചേട്ടാ. എൻ്റെ പൊണ്ണി കളിച്ചേട്ടാ. കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെ കുറച്ച് സ്ഥലന്മാരും ഇങ്ങനെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞ ഡയലോഗിൻ്റെ പ്രശ്നം എന്താ നേരിട്ട് അറിയാവാ? അതായത് ഏതെങ്കിലും ഒരു ഹിന്ദു രാജാവാണ് ചേരാമൻ പള്ളിക്ക് സ്ഥലം കൊടുത്തത്, അവിടെ പള്ളി വെച്ച് കൊടുത്തത്, ഊട് കൊടുത്തത്, ഇഷ്ടി കൊടുത്തെങ്കിൽ അയാൾ ഈ ലോകത്ത് ഹിന്ദു വിഭാഗത്തോട് ഏറ്റവും അധികം ദുഷ്ടതരം കാണിച്ചൊരു മനുഷ്യനാണ്. എന്താ അറിയോ? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. എന്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മുഖ്യ ആധാരം എന്നുള്ളത്? അവരുടെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കൂടി ഹിന്ദു വിഭാഗത്തിൽ അവർ ഹിന്ദുക്കളാണെന്ന് അംഗീകരിക്കണം. ഹിന്ദുക്കളാണെന്ന് അംഗീകരിച്ചിട്ട് അവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം. ഇത് 1936 കഥയാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിജി വൈക്കം മാനിലെ നമ്പൂതിരിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അകത്ത് വൈശ്യനായ ഗാന്ധിജിനെ അകത്തിയിട്ടില്ല, പുറത്തിരുത്തി പന്തലിട്ട് അവിടെ ഇരുത്തി. ഗാന്ധിജി ബസ്സിൽ ചോദിച്ചത് പല്ലിയും പാറ്റയും പഴുതാനൊക്കെ എഴഞ്ഞു പോവുകയും പട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് യഥേഷ്ടം നടന്നു പോകാൻ ക്ഷേത്രത്തിനകത്ത് തന്നെയല്ല വഴി കൊണ്ട് നടന്നു പോകാൻ. അപ്പം വൈക്കത്തമയിൽ നമ്പൂതിരി പറഞ്ഞത് അവർ നീചജന്മങ്ങളാണെന്ന്. ഈ നീചജന്മങ്ങളെന്ന് വിളിക്കുന്ന കൂടാനുകൂടി മനുഷ്യർക്ക് പകൽ വെളിച്ചത്തിൽ വെട്ടത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പറയ വിഭാഗം. 19-ാം നൂറ്റാണ്ട് കേരള ചരിത്രം വന്ന ഭാസ്കരന്റെ പുസ്തകം വായിക്കുക. പറയ വിഭാഗത്തിൽ അങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അവർക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല. അവർ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും നികൃഷ്ടമായി പറയേണ്ടത് അരിക്കണ്ടി എന്നാണ്.
അവർ ഉണ്ടാക്കുന്ന വീടിനെ കുറിച്ച് പറയേണ്ടത് വീട് ഭവനം എന്ന് പറയാൻ പറ്റില്ല, ഇല്ലോ എന്ന് പറയാൻ പറ്റില്ല. ചാണകക്കുണ്ട, വില്ലൻ ലോകന്റെ മലബാർ മാനുവൽ വായിക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഈ നാട്ടിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഹിന്ദു സഹോദരൻ ഉണ്ടായിരുന്നപ്പോൾ, എവിടുന്നോ വന്ന മുസൽമാൻ ക്രിസ്ത്യാനികൾക്ക് നിങ്ങൾ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അപ്പം ആരാണ് ഹിന്ദുവിനെ ദ്രോഹിച്ചത്? അപ്പൊ ഹിന്ദു ഒന്നിനും കൊള്ളാത്തനോ? ഇവിടുത്തെ അവർണ്ണ വിഭാഗത്തിൽപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർ, അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, നല്ല വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമില്ല, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ല, യഥേഷ്ടം നല്ല ഭക്ഷണം കഴിക്കാനോ ആ ഭക്ഷണത്തെ പേര് പറയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു വീട് വെച്ചാൽ ആ വീടെന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഔന്നത്യത്തിന്റെ പ്രതാപത്തിൽ ഒരു പള്ളി മുസൽമാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല. എന്തായിരിക്കും? അവർ കൊള്ളാമെന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പറ, ആ രാജാവ് ചെയ്ത് ശരിയാണോ? ഹിന്ദുവിന് വീട് വെച്ച് കൊടുക്കാത്ത, വയലിലൂടെ നടക്കാൻ സമ്മതിക്കാത്ത ഒരുത്തൻ ഇവിടുത്തെ മേത്തനും ക്രിസ്ത്യാനിക്കൊക്കെ വീട് വെച്ച് കൊടുക്കും, പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഉണ്ണിച്ചേട്ടൻ ഇനി ഈ പ്രസംഗം പറയരുത്. പറഞ്ഞാൽ ചരിത്രം ഞാൻ ഓരോന്നെടുത്ത് വായിക്കും. നമ്മളെ കാളിയണ്ണന് തൃപ്തിയായി കാണുമല്ലോ. അൻസാരി ഉസ്താദിന്റെ വായിന്ന് കൃത്യമായി കിട്ടിയപ്പോ തൃപ്തിയായല്ലോ. എന്തിനാണ് കാളിയണ്ണ പല്ലിന്റെ ഇടയിൽ കുത്തിരി ഇങ്ങനെ സ്വയം നാറാൻ വേണ്ടി നിൽക്കുന്നത്? എന്റെ കാളിയണ്ണനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറട്ടെ, അൻസാരി ഉസ്താദിന്റെ വീഡിയോയിൽ ഇതുവരെ എവിടെയുണ്ടല്ല ഹിന്ദുവിനെ കുറിച്ചോ ക്രൈസ്തവനെ കുറിച്ചോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞുകൊണ്ടോ ഒരു വാക്ക് പോലും ഇല്ല. പക്ഷെ മറിച്ച് സംഘപരിവാറിനെതിരെയും കാസക്കെതിരെയും അൻസാരി ഉസ്താദ് നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവരുണ്ടല്ല കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. ആ വിമർശനമൊക്കെ ഹിന്ദുവിനെതിരെയാണ് ക്രൈസ്തവനെതിരെയാണെന്നൊക്കെ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈ കേരളത്തിൽ അത് നടക്കൂല എന്റെ കാളിയണ്ണ. അതായത് സംഘി വേറെ, ഹിന്ദു വേറെ, കാസ വേറെ, ക്രൈസ്തവൻ വേറെ, ഇതൊക്കെ ഉണ്ടല്ല കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സംഘപരിവാറിനോട് അൻസാരി ഉസ്താദ് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാളിയണ്ണ ഹിന്ദുവിനെ ഉണർത്തുന്നതിന്റെ ഇടക്കുണ്ടല്ല പച്ച വർഗീയത പറഞ്ഞ് ഹിന്ദുവിനെ ഉണർത്താൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് പാവപ്പെട്ട ഹിന്ദുവിനെ ദുരിതമനുഭവിക്കുന്ന ഹിന്ദുവിനുണ്ടല്ല കാളിയണ്ണ ഉണ്ടല്ല സംഘിനോട് പറഞ്ഞ് ഒരു 10 രൂപയുടെ സഹായം ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും പറയണം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി കാളിയണ്ണന് ചുട്ട മറുപടി കൊടുത്ത എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.